الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات والأرض يأتي بها الله إن الله لطيف خبير. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആനും പ്രവാചക തിരുവചനങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയമമായി കണിശമായി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് അഥവാ വിശ്വസിച്ചേൽപ്പിച്ച സ്വത്ത് എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഒരു സന്ദർഭത്തിൽ അതൊന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം ഇന്ന് ഉണ്ട്. ഏതൊരു മാതാവിനെയും പിതാവിനെയും അവന്റെ മനസ്സുകളിൽ ഒരു ഞെട്ടലോടുകൂടി മാത്രം കേട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പത്രങ്ങളിൽ കണ്ടത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉമ്മ മൊബൈൽ ഫോൺ നിഷേധിച്ചതിന്റെ പേരിൽ ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു ആ വാർത്ത. തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടു. ഉമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് റോട്ടിലേക്ക് ഓടിയ കുട്ടിയെ ബൈക്കിടിച്ച് മരിച്ച വാർത്തയും നമ്മൾ കേട്ടു. ഇരു കുടുംബങ്ങൾക്കും അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഏതൊരു വീട്ടിലും ആവർത്തിക്കുവാനുള്ള ഒരു കാലമാണ്, സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ വില തന്നെ അതിന് നൽകേണ്ടി വരും. അതുകൊണ്ട് മക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ബോധപൂർവം മനസ്സിലാക്കുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളുടെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ എന്നാണ്.
നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും നിങ്ങളുടെ പരീക്ഷണം മാത്രമാകുന്നു. നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സ്വത്ത്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അല്ലാഹുവിങ്കലാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്ത് മുഅ്മിനൂൻ നമുക്കെല്ലാവർക്കും കാണാതറിയുന്ന സൂറത്താണ്. അതിന്റെ തുടക്കത്തിൽ സത്യവിശ്വാസികളുടെ ഗുണവിശേഷങ്ങൾ ഇങ്ങനെ പറയാം. സ്വർഗാവകാശികൾ ആര്? ആ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞു, വല്ലദീനഹും, ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന മുഅ്മിനുകൾ ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ, അവരുടെ കരാർ, അവർ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന അല്ലെങ്കിൽ എന്തുമായൊക്കെ കരാറുണ്ടോ ആ കരാറുകളൊക്കെ കൃത്യമായി പാലിക്കും. വിശ്വസിച്ചേൽപ്പിച്ച സ്വത്ത്, ആ അമാനത്ത് ഒരിക്കലും അവർ കളങ്കപ്പെടുത്തുകയില്ല. ഇതിന് വിശദീകരണത്തിൽ അമാനത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു ഹദിയയായി സമ്മാനമായി നൽകിയ മക്കളുടെ വിഷയം പ്രത്യേകമായി എടുത്തു പറഞ്ഞതായി കാണുവാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസ് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി. എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. അവനവനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടും. അതിന് ഉത്തരം പറയാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് ഒന്നുകൂടിയും വ്യക്തമായി റസൂലുള്ളാഹി പറഞ്ഞു, വറജുലു റാഇൻ അലാ അഹ്ലി ബൈത്തി വഹുവ മസ്ഊലുൻ അൻഹും. ഒരു പുരുഷൻ, ഒരു രക്ഷാധികാരി തന്റെ വീട്ടിൽ തന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അവൻ അതിന് ചോദിക്കപ്പെടും. വൽ മർഅ, അവന്റെ ഭാര്യയുണ്ടല്ലോ, ആ വീട്ടിലെ ഉമ്മയുണ്ടല്ലോ, ഗൃഹനാഥയുണ്ടല്ലോ, റാഇയത്തുൻ അലാ ബൈത്തി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്റെ കീഴിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും അള്ളാഹിനോട് ഉത്തരം പറയണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലദുഹു വഹിയ മസ്ഊലത്തുൻ അൻ, അദ്ദേഹത്തിന്റെ സ്വത്തും അദ്ദേഹത്തിന്റെ മക്കളും എല്ലാം അതിനൊരു ഉത്തരം പറയേണ്ടവൾ അവളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാര്യ ഭർത്താവിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, കുട്ടികളിലെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് വിലപിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം രക്ഷിതാക്കളും. യഥാർത്ഥത്തിൽ അതിന്റെ കുറ്റം കുട്ടിയുടേതോ അല്ലെങ്കിൽ മറ്റാരുടേതോ ആണ് എന്നൊരു ധാരണയാണ് അധിക രക്ഷിതാക്കളും വെച്ചു പുലർത്തുന്നത്. എന്റെ മകനോ മകളോ ഇങ്ങനെ ആയതിൽ കുട്ടിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, വേറെ ആരോ ഉണ്ട് എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കേട്ടോ. റസൂലുള്ളാഹി പറയാണ്, ഒരു കുട്ടി ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ്. വളരെ പവിത്രമായിക്കൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അവന്റെ ശീലങ്ങളും അവന്റെ ജീവിതശൈലിയും അവന്റെ മതവും അവന്റെ ജാതിയും ഒക്കെ നിശ്ചയിക്കുന്നതിൽ അവന്റെ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. ഫഅബവാ, അവന്റെ മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി ഔ യുനസ്സുറാനിഹി ഔ യുമജ്ജിസാനിഹി, അവനെ യഹൂദിയാക്കുന്നതും ക്രൈസ്തവനാക്കുന്നതും മജൂസിയാക്കുന്നതും അവന്റെ രക്ഷിതാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമയാകുന്നതിന്റെ പ്രഥമ കാരണക്കാരൻ മാതാപിതാക്കളാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ വാശി തീർക്കാൻ വേണ്ടിയാണ് മൊബൈൽ അവർക്ക് കൊടുക്കാറുള്ളത്. അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് മൊബൈൽ അവർക്കൊരു ശീലമാക്കി നാം മാറ്റാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായി ജോലി ചെയ്യാനോ വേണ്ടിയാണ് അതിലേക്ക് നമ്മുടെ മക്കളെ മെല്ലെ മെല്ലെ നമ്മൾ കൊണ്ടുപോയി വെക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരു ശല്യം തീർക്കാനാണ്. ഇതിലേതെങ്കിലും ഒരു വകുപ്പിൽപ്പെട്ട് മെല്ലെ മെല്ലെ നാം ആരംഭിച്ചതാണ് ഇത് എന്ന് നമ്മൾ അറിയണം. മൊബൈലും കമ്പ്യൂട്ടറും ഗെയിമും ഒക്കെ ആദ്യം പരിചയപ്പെടുത്തിയതും ആദ്യം നൽകിയതും നമ്മൾ തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്വ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. വിശ്വാസികളെ, 1 മുതൽ 3 വരെയുള്ള കുട്ടികളുടെ ഒരു ഓർമ്മയെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അത് ഒന്നും ഉറക്കാത്തൊരു പ്രായം, 1 മുതൽ 3 വരെയുള്ള ഒരു സമയം. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ആ 1 മുതൽ 3 വരെയുള്ള ഒരു 4 വരെയുള്ള പ്രായത്തിൽ
എന്താണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുക? നമ്മൾ സ്കൂളിൽ പോയ കാലം മുതൽ ചിലപ്പോ നമുക്കൊരു ഓർമ്മ കിട്ടുമായിരിക്കും, അതിനു മുമ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സമയം വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് ഇസ്ലാം വളരെ കണിശമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ശാസ്ത്രവും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകി നമ്മൾ ശീലമാക്കരുത്. അവരത് കാണുമ്പോൾ ചിരിക്കും, അതവർ ആഗ്രഹിക്കും, അവർ കൈ നീട്ടും, പോക്കറ്റിൽ നിന്ന് വാപ്പാന്റെ മൊബൈൽ വലിച്ചെടുക്കും, വല്യപ്പാന്റെതെടുക്കും, ഉമ്മാന്റെതെടുക്കും. ആ ശീലം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിന്നീട് തിരിച്ചു നടത്താൻ നമുക്ക് സാധിക്കൂല സഹോദരങ്ങളെ. പലപ്പോഴും ചെറിയ ചെറിയ മക്കളെ നമ്മളെ ജോലി തിരക്ക് കാരണം മറ്റുള്ളവരെ ഏൽപ്പിക്കും. അവരാണ് പിന്നീട് നമ്മുടെ കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി മൊബൈൽ ശീലിപ്പിക്കുന്ന മറ്റൊരു അംഗം നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതിത്തന്ന ഒരു ആയത്തുണ്ട്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചതാ. 2 വയസ്സ് വരെ ഒരു ഉമ്മ കുട്ടിയെ മുലയൂട്ടണമെന്ന അല്ലാഹ് കണക്ക് വെച്ച് പറഞ്ഞ വിഷയമാണത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. ഖുർആൻ പറഞ്ഞതാ, അവന്റെ ഗർഭകാലവും, അതായത് ആ വയറ്റിലുള്ള കുട്ടിയെ കുറിച്ചാ പറയണേ, ഗർഭകാലവും മുലകുടി നിർത്തലും 30 മാസമാകുന്നു. രോഗം കൊണ്ടോ പ്രയാസം കൊണ്ടോ ഒരാൾക്ക് നിർത്തുന്നതിനെ കുറിച്ചല്ല, അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യമുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 30 മാസം അത് കൃത്യതയോടുകൂടി പാലിക്കാൻ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ വഫിസാലുഹു ഫി ആമൈൻ, അവന്റെ മുലകുടി നിർത്തലാകട്ടെ 2 വർഷമാണ് എന്ന് പറഞ്ഞ ഒരു ഉമ്മയുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ആ കുഞ്ഞുമോന്റെ ബുദ്ധി ഉറക്കാത്ത, ആ മോളുടെ ബുദ്ധി ഉറക്കാത്ത കാലത്ത് അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാ. ഒരു അപകടം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഞാൻ ഏറ്റവും ഹസ്നുൽ സഹാബ, ഏറ്റവും നന്നായി സഹവർത്തിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ടത് ആരോടാ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, 3 തവണ പറഞ്ഞത് ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. 3 തവണ ചോദിച്ചു, അപ്പോഴൊക്കെ പറഞ്ഞു ഉമ്മുക്ക, ഉമ്മാനോടാണ്, ഉമ്മയോട് തന്നെയാണ്, ഉമ്മയോട് മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. പിന്നെയും ചോദിച്ചു സഹാബി, അപ്പോഴാ പറഞ്ഞത് അബൂക്ക, നിന്റെ ഉപ്പയോടാണ്. കാരണം എന്താ അറിയോ? അത്ര വലിയ ത്യാഗമാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ ഒരു ഉമ്മക്കുള്ളത് എന്നത് കൊണ്ടാണ് ആ മഹനീയ സ്ഥാനം ആ ഉമ്മക്ക് അള്ളാഹു വെച്ച് നീട്ടിയത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ? ഈ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ, മുലയൂട്ടൽ കുറഞ്ഞു പോയാൽ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ആ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പൊ അടുത്ത ആളുകൾ ചോദിക്കും, കുട്ടികള് സ്കൂളിൽ ചേർത്തില്ലേ, അപ്പൊ പഠനത്തിന്റെ ഭാഗമായി ഫോൺ നൽകേണ്ടി വരുന്നു, എന്താ ചെയ്യാം? എല്ലാവർക്കും ചോദിച്ചൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന പോയിന്റാണത്. എന്നാൽ സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷും മലയാളമൊക്കെ അറിയുന്ന ആളുകളല്ലേ, സഹോദരങ്ങളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നമുക്ക് കിട്ടുന്ന വിവരം എന്താണെന്നറിയോ? 5 മുതൽ 8 വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന സമയം അരമണിക്കൂറാണ്. അരമണിക്കൂർ കൊടുക്കുക. അതുപോലെ തന്നെ 8 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് തിരിച്ചു വാങ്ങണം. അതിൽ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നുവെങ്കിൽ അവർക്ക് ശാരീരികമായി എല്ലാ പ്രയാസങ്ങളും അത് മുഖേന ഭാവിയിലും ശേഷം ഉണ്ടാവുന്നത്. ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ മക്കൾ ദുരുപയോഗം ചെയ്യുന്നതിനെ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ നമ്മളിങ്ങനെ കണ്ണടച്ച് നിൽക്കുക. മറ്റൊന്നെന്താ വേണ്ട കാര്യങ്ങളെ? എല്ലാവരും മുമ്പിലും വെച്ച് നമ്മളെ മക്കൾ മൊബൈൽ ഉപയോഗിക്കാവൂ. അവരുടെ പ്രായം അനുസരിച്ച് നമ്മൾ പരിഗണിക്കണം. എല്ലാവരും മുമ്പിലും വെച്ച് മൊബൈൽ ഉപയോഗിച്ചാൽ മതി. ആ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. ഒരിക്കലും സ്വകാര്യമായി നമ്മുടെ മൊബൈലുകൾ നമ്മുടെ കുട്ടികൾക്ക് നൽകരുത്. നമ്മുടെ മക്കൾക്ക് ഫോൺ പരിശോധിക്കുമെന്ന ഉത്തമ ബോധ്യമുണ്ടാവണം. അതിന്റെ പാസ്വേഡ് നമുക്കറിയണം. നമ്മളെ മക്കള് മൊബൈൽ ഫോൺ എത്ര ഉപയോഗിച്ചു എന്ന സമയം നമുക്കറിയണം. അതിൽ ആപ്ലിക്കേഷൻസ് എത്ര ഉപയോഗിച്ചു എന്നറിയണം. ഇതിനൊക്കെ ഇന്ന് ധാരാളം സംവിധാനമുണ്ട്. അറിയില്ല എന്ന് പറയാൻ പറ്റൂല. മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് 4 മക്കളെ തന്നിലിടോ, അതാണ് നിന്റെ നരകത്തിന് കാരണമെന്ന് പറയേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ അടിമപ്പെടുന്നതിന്റെ
അടിമപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അടിമപ്പെടും കുട്ടികൾ. എങ്ങനെയെന്നറിയങ്ങള്, ഒന്നാമത് അവർക്കുണ്ടാകുന്ന ശാസ്ത്രീയമായി തന്നെ പറയുന്ന കുറെ ലക്ഷണങ്ങളുണ്ട്. എന്നേക്കാൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അവർക്ക് ഉറക്കക്കുറവുണ്ടാകുന്നതാണ്, ഉറങ്ങൂല. മാത്രല്ല ഭക്ഷണത്തോട് അവർക്ക് വളരെ മടുപ്പായിരിക്കും, ഒരു ഇഷ്ടക്കുറവ് അവർ കാണിക്കും. അതിലേറെ വലിയ അപകടം എന്താ വെച്ചാല് അവരെ നിയന്ത്രിക്കുന്നവരിൽ നിന്ന് അവർ അകലം പാലിക്കും. ഉപ്പ ഉമ്മ എന്നുള്ളതിനോട് അവരെ അടുത്തേക്ക് വരാതെ അകലം പാലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാശി, വല്ലാത്ത വാശി കാണിക്കും, വല്ലാതെ ദേഷ്യം കാണിക്കും. ഏതൊരു കാര്യത്തിനും നമ്മെ സമ്മർദ്ദത്തിലാക്കും. അവർ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അതിന്റെയൊക്കെ ഭാഗമാണ് ഈ ആത്മഹത്യകളൊക്കെ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണും പെണ്ണൊക്കെ ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുന്നു. ഉമ്മ ഫോണ് വേണ്ടെന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ആ അപകടം നമ്മുടെ വീട്ടിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. പഠനത്തെ വല്ലാതെ ബാധിക്കൂട്ടോ. പഠനത്തെ നന്നായി ബാധിക്കും. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. കള്ളത്തരവും കാപട്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതേപോലെ മാനസികാരോഗ്യം തകരും. അവർ മാനസികമായി തകർന്നവരായിത്തീരും. വളരെ മോശപ്പെട്ടൊരു സാഹചര്യത്തിക്ക് നമ്മുടെ പിഞ്ചുമക്കൾ, അല്ലെ, ഖുറത്തു ഐൻ, നമ്മുടെയൊക്കെ കണ്ണിന്റെ കുളിർമ, മനസ്സിന്റെ ആനന്ദം, അവരുടെ വളർച്ചയിൽ ഏറെ സന്തോഷിക്കുന്നവരാ നമ്മൾ. എന്നിട്ട് ആ ഒരു നഷ്ടം നമുക്ക് വരുത്തിക്കൂടാ. അടുത്ത ആളുകൾ പറയും ഫോണൊക്കെ പരിശോധിക്കാനൊക്കെ പരിമിതി ഉണ്ട്. സത്യം അല്ലേ? നമ്മളെ മക്കളെ +2-നും പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കണം, ഫോണും മക്കളെടുത്ത് ഫോണ് പരിശോധിക്കാനൊക്കെ വലിയ പരിമിതി ഉണ്ട്. സഹോദരങ്ങളെ, ഒരു പരിഹാരം ഉണ്ട് കേട്ടോ. ആ പരിഹാരത്തിന് നമ്മൾ എത്തണം. എന്താ അറിയോ പരിഹാരം? അതാ നമ്മൾ വിട്ടേച്ച് പോകുന്ന ആ ഒരു അധ്യായം, നമ്മുടെ ജീവിതത്തിൽ പറിച്ചു വെച്ചതാ അധ്യായം. ഏതാ അറിയോ? മക്കളെ പ്രായത്തിനനുസരിച്ച് മതബോധം നൽകുന്നില്ലേ? അപ്പൊ നമുക്ക് തിരക്കാ. ഓൻ എൻട്രൻസാ, ഓൻ അത് എഴുതാൻ പോവുക, ഇത് എഴുതാൻ പോവുക, ഓൻ ഡോക്ടറാ, എഞ്ചിനീയറാ, അല്ലെങ്കിൽ CA പഠിക്കുക. എന്തൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ പറയുമ്പോ നെഞ്ചിങ്ങനെ പൊന്തി വരും അഭിമാനം കൊണ്ട്. പക്ഷേ നഷ്ടപ്പെടുമ്പോഴോ തല ഉയർത്താൻ പറ്റുമോ? ജീവിതത്തിന്റെ അവസാനത്തിൽ അഭിമാനമുണ്ടാകുമോ? അപ്പോ പ്രായത്തിനനുസരിച്ച് മതബോധം നൽകുക എന്നുള്ളതാ. ഇത് ആർക്കെങ്കിലും പറഞ്ഞു വർത്താനാണോ? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാർ അഖിലവും ചെയ്ത ആ ദൗത്യത്തെക്കുറിച്ചാ പറഞ്ഞത്. സൂറത്ത് ലുക്മാൻ എന്ന് പഠിച്ചു നോക്കി. 1000 വട്ടം ഓതിയാലും സൂറത്ത് ലുക്മാൻ നമുക്ക് പൂതി മാറൂല. ഒരു മക്കളെന്ന് കേടുവന്ന് നോക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയാ, യാ ബുനയ്യ, ലുക്മാൻ അലൈഹിസ്സലാം മകൻ അങ്ങനെ എടുത്ത് വിളിച്ചിട്ട് പറയാ, പൊന്നുമോനെ, മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ, നീ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അതൊരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമികളിലോ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങൾക്കിടയിലോ എവിടെയെങ്കിലും ആണെങ്കിലും യഅതി ബിഹല്ലാഹ്, അതുമായി അല്ലാഹ് കൊണ്ടുവരും കേട്ടോ. അല്ലാഹ് കൊണ്ടുവരും നിന്റെ മുമ്പിൽ. നിനക്ക് വിചാരണയുണ്ട്, നിന്നെ അല്ലാഹു അത് കാണിച്ചു തരും. നീ രഹസ്യമായി ആരും അറിയാതെ വളരെ സൂക്ഷ്മതയോടുകൂടി പ്ലാൻ ചെയ്തതാണെങ്കിലും ഫതകുൻ ഫീ സഖറ, ഒരു പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലും അല്ലാഹ് കൊണ്ടുവരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുമെന്ന ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പരലോക വിശ്വാസം ഉറപ്പിച്ചു കൊടുക്കണം. അതിനെ കേൾപ്പിക്കണം, പഠിപ്പിക്കണം. പിന്നെന്താ ചെയ്യേണ്ടോ? നമസ്കാരത്തിൽ ചിട്ടയുണ്ടാവണം. നമ്മളെ മക്കളെ നമസ്കാരം ശീലിപ്പിക്കണം. തെറ്റുകൾ തിരുത്തണം. തെറ്റുകൾ കണ്ടാൽ വളരെ മാന്യമായി തിരുത്തണം. ദേഷ്യം കൊണ്ടോ പിടിവാശി കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നു നിങ്ങൾ വിചാരിക്കണ്ട. അവരെ കൂടെ കൂട്ടി സ്നേഹത്തോടു കൂടി പറയല്ലാതെ ഒരു നിർവാഹമല്ല. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ക്ഷമ പഠിപ്പിക്കണം, ഒക്കെ ചെയ്യണം. എങ്കിലേ പറ്റൂ. ഇന്നിതാ നമുക്കറിയാലോ, സ്കൂളിന് അവധി വരാൻ പോവാ. ഈ 10 ദിവസം എന്താ നമ്മളെ കുട്ടികളെ കാട്ടുക? ചിന്തിച്ചിട്ടുണ്ടോ? പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല രക്ഷിതാവാണെങ്കിൽ പ്ലാൻ ഉണ്ടാക്കും, അല്ലെ? ഹറാമായ ആഘോഷങ്ങളും വിനോദങ്ങളും ന്യൂ ഇയറും അനുബന്ധ പരിപാടികളൊക്കെ വരാനിരിക്കുക. ആ മക്കൾ എന്തൊക്കെ ചെയ്തു കൂട്ടാം, അവരെവിടേക്ക് ചെന്നുപെടാം, പുതിയ ലഹരി ഉപയോഗിക്കുന്നവരായിത്തീരുമോ? നമ്മളൊക്കെ ഹറാമ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിത്തീരുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തെല്ലാം ആഘോഷങ്ങളായി 10 ദിവസം കൊണ്ട് കടന്നു പോകാറ്. ആ മക്കളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ. വിശുദ്ധ ഖുർആൻ പറയാ, യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം നിലനിർത്തണം കേട്ടോ. മകനോടുള്ള ഉപദേശമാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. മക്കളോട് പറയണം, നീ നന്മന്റെ ആളാവണം, തിന്മ വിരോധിക്കണം. അത്തരം സംഘങ്ങളുടെ കൂടെ നീ സഞ്ചരിക്കണം, അല്ലേ? ആ കുട്ടികൾക്ക് നന്മ പഠിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും സംഘം ഉണ്ടോ നാട്ടില്?
അവരെ കൂടെ കൂട്ടണം. അപ്പോഴേ അവർ സിയാറയ്ക്ക് പങ്കെടുക്കണം, അവർ സ്റ്റുഡൻസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കണം, അവർ ചേർന്നിരിക്കണം, പള്ളിയിൽ ഒന്നിച്ചിരിക്കണം, നിസ്കരിക്കണം, വയല് കേൾക്കണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. എന്നിട്ടെന്താ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, വസ്ബിർ, ക്ഷമിക്കണം കേട്ടോ, ക്ഷമശീലിക്കണം. അലാമ അസ്വാബക്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളിലും ക്ഷമയുള്ളവനായിത്തീരണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹു ഖണ്ഡിതമായി നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇത്. നിസ്കാരം, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ക്ഷമിക്കൽ എന്ന് മോനെ വിളിച്ച് ഉപദേശിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, വിശ്വാസികളെ, ജീവിതത്തിൽ നമ്മൾ ഈ കാര്യം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ? ഈ അമാനത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഏറെ സ്നേഹിക്കുന്ന മക്കളോട് അവർ പറയുന്നത് എന്തും വാങ്ങിക്കൊടുത്ത് അവർക്ക് നൽകാവുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി, ഉപ്പ എന്ന് തികച്ചു വിളിക്കാതെ സ്നേഹത്തോടുകൂടി മാത്രം പെരുമാറുന്ന മക്കളെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ നിന്ന് പോയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊരു പ്രതിക്രിയ, ഒരു പരിഹാരം അവർ സ്വയം കണ്ടെത്തുമാറ് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും ഒരു നല്ല മനുഷ്യനാക്കി, നല്ല കുട്ടിയാക്കി മാറ്റാൻ എന്ത് അധ്വാനാണ് നമ്മുടെ ഭാഗത്തുണ്ടായത്. അള്ളാഹ് ചോദിക്കൂട്ടോ, അള്ളാഹ് ചോദിക്കും. ഈ അമാനത്തിനെ കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരും മാതാപിതാക്കളുമായി നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച ഒരു സ്വത്തിലും കളങ്കം വരുത്താതെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോഴേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളോട് ഹൃദയബന്ധമുള്ള മാതാവും പിതാവുമാണോ നമ്മളെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കും. ആധുനിക കണക്കുകളൊക്കെയുണ്ട്. 24 മണിക്കൂറിൽ ഇന്നത്തെ പുതുതലമുറയുള്ള മാതാപിതാക്കൾ 10 മിനിറ്റോ അതിൽ താഴെയോ ആണ് തന്റെ മക്കളോട് സംസാരിക്കുന്നത് എന്നതാണ് പഠനം. അത് തന്നെയാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ തകർച്ച. നമ്മുടെ മക്കളോട് ഹൃദയബന്ധമുണ്ടാവുക എന്നതാണ് നമുക്ക് വേണ്ടത്. അതിന് അവരോടൊപ്പം എത്ര മുതിർന്നവരാണെങ്കിലും സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. കുഞ്ഞുമക്കളോട് പ്രത്യേകിച്ചും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. ഇത് കണ്ടുനിന്ന ഒരു സഹാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ആരും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്നാ. അയാളൊരു ക്രെഡിറ്റോട് കൂടിയാ പറഞ്ഞ്. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയില്ല. അതൊരു കാരുണ്യമാണ്. നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ്. ചേർത്ത് പിടിച്ചു നോക്ക്. അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് കെട്ടഴിക്കും. അവർ പറയും. അവർ സ്കൂളിൽ വന്ന അധ്യാപകരോട് പറയാറുണ്ട്. മാതാപിതാക്കളോട് പറയാൻ അവർക്ക് പേടിയാണ്. ആ ഭാഗമാണ് തിരുത്തേണ്ടത്. അധ്യാപകരോട് പറഞ്ഞില്ലെങ്കിലും എന്റെ മോനും എന്റെ മോളും എന്നോട് സംസാരിക്കുമെന്ന് ഒരു പിതാവിന് പറയാൻ കഴിയുമ്പോഴേ അവൻ ഒരു പിതാവായിത്തീരും. അല്ലെങ്കിൽ ഏതോ ഒരു കണ്ടാമൃഗത്തെപ്പോലെ, ഒരു ഭീകരജീവിയെപ്പോലെ വീട്ടിൽ അവനെ ഭരിക്കുന്ന, അവളെ നിയന്ത്രിക്കുന്ന ഒരു വാർഡന്റെ ലുക്ക് മാത്രമായിരിക്കും ആ പിതാവിനുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി പഠിപ്പിച്ചതൊന്ന് ഓർത്തെടുത്ത് പഠിക്കണേ. റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, വഅംലികു ഇൻ കാന അല്ലാഹു നസഅ മിൻകും റഹ്മ. എന്താണ് ആ വാക്കിന്റെ ഗൗരവം? അള്ളാഹു നിങ്ങളിൽ നിന്ന് കാരുണ്യം ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കുമോ, ഞാനത് ഉടമപ്പെടുത്തുമോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുക. അള്ളാഹ് എനക്കൊരു കാരുണ്യം തന്നിട്ടില്ല മക്കളെ കാര്യത്തില്, പിന്നെ ഞാൻ എങ്ങനെയാ നിൽക്കാൻ? അതായത് റസൂലുള്ളാഹി വളരെ കാരുണ്യവാനായിരുന്നു മക്കളോട് എന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു ആന കളിക്കുക റസൂലുള്ളാഹിന്റെ മുതുകിൽ. അത് കണ്ടുവന്ന സഹാബി പറഞ്ഞു, നിഅമൽ മർകബ് റകിബ്ത യാ ഗുലാം. മോനെ, ഇജ്ജ് കയറിയ വാഹനം എത്ര നല്ല വാഹന, നബിയാണല്ലോ, എത്ര നല്ല വണ്ടിയിലാ ഇജ്ജ് കയറിയത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വന്തം പേരക്കുട്ടിയെ പറഞ്ഞു. ഉടനെ പറഞ്ഞു, വനിഅമർ റാകിബ്, കയറിയ കുട്ടിയും നല്ല നിഅമത്തുള്ള കുട്ടിയാ, അള്ളാഹിന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ, അതും വലിയ അനുഗ്രഹമാണ്. വിശ്വാസികളെ, മക്കളെ അത്രമാത്രം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. രക്ഷിതാക്കളെ മാതൃകയാകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം.
രക്ഷിതാക്കൾ മാതൃകയാവാം. നമ്മൾ നമ്മളെ വീട്ടിലെ ഫോണിൽ അനാവശ്യം കാണരുത്. സഹോദരങ്ങളെ, വീട്ടിൽ ചെന്ന മൊബൈൽ ഉപയോഗിക്കരുത്. അതിന് പറ്റുമോ നമുക്ക്? ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങി സ്വന്തം ഭാര്യനൊന്ന് കണ്ട് ഉമ്മാന്റെ അടുത്തൊന്ന് ഇരുന്ന് വാപ്പാനോടൊന്ന് സ്നേഹപൂർവ്വം കയ്യുമ തലോടി വല്യമ്മാന്റെ അടുത്തൊന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് മക്കളൊക്കെ ഒന്ന് ചേർത്തിരുത്തി ഒപ്പം ഒരു ചായയൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ചു ഒന്ന് ജീവിച്ചു നോക്ക്. ആ കുടുംബത്തെയാണ് അള്ളാഹ് പറഞ്ഞത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മാതൃകയാകും. നമ്മൾ ഫോണിൽ അനാവശ്യമായ ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കൂല തീരുമാനിക്കുക. ആവശ്യത്തിനൊക്കെ വേണം. ഇതൊക്കെ ഇതിലാണ് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ നമുക്ക് വേണം. എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ. ആളുകൾ അതിന്റെ മുമ്പിലാ. തീർച്ചയായിട്ടും പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ആ വഴിക്ക് നടത്തേണ്ടി വരും. പക്ഷേ അനാവശ്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാം. മറ്റൊന്നെന്താ പറയുക, വീട്ടിലെ ഈ പൈശാചിക അന്തരീക്ഷം, സിനിമയും മ്യൂസിക്കും ഹറാമും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൈത്താന്റെ വീടാക്കി നമ്മുടെ വീട് മാറ്റല്ലേ സഹോദരങ്ങളെ. അള്ളാന്റെ ഭവനം പോലെ ബൈത്തുള്ള അൽ മസ്ജിദ്, ഒരു പള്ളിയെ പോലെ നമ്മുടെ വീടാക്കി നോക്ക്. സത്യം മാത്രം പറയുന്നൊരു വീട്, ഹറാമില്ലാത്തൊരു വീട്, സ്നേഹം മാത്രമുള്ളൊരു വീട്, കടമകൾ നിർവഹിക്കപ്പെടുന്നൊരു വീട്. മക്കളിങ്ങനെ കാണുക, ഉമ്മയും ഉപ്പിയും വല്യമ്മാനും വല്യപ്പാനൊക്കെ നോക്കണത്, പാമ്പേഴ്സിൽ കെട്ടിക്കൊടുക്കണത്, തിരിച്ചു കടത്തി തുടച്ചു കൊടുക്കണത്, ഭക്ഷണം കോരിക്കൊടുക്കണത് ഒന്ന് കാണട്ടെ നമ്മുടെ മക്കള്. അത് മതി സഹോദരങ്ങളെ ജീവിതത്തിൽ അവർക്ക് മാറാൻ. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്താലും ചിലപ്പോ അള്ളാന്റെ ഒരു ഫിത്തന വരൂലേ. നൂഹ് നബി അലൈഹിസ്സലാമൊക്കെ ഉണ്ടായ പോലെ പരീക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് ക്ഷമിക്കാലോ. പടച്ചോനെ, അവൻ ഇങ്ങനെ വളർന്നു വന്ന ഓരോ കാലത്തും അവൾ വന്ന കാലത്തും ഞാൻ നല്ല നിലക്കെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ദീൻ അവർക്ക് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്, പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. നാദാ, അതെങ്കിലും ഒന്ന് സ്വീകരിക്കണമേ, എന്റെ കുട്ടികൾക്ക് ഹിദായത്ത് കൊടുക്കണേ എന്ന് പറയണം. അല്ലേ? മകള് ആരപ്പയിലൊക്കെ ഉണ്ട് ഇറങ്ങിപ്പോയിട്ട് ടാറ്റ പറയുമ്പോ മനസ്സിൽ പറയണം 18 വയസ്സ് വരെ നന്നായി വളർത്തിയിട്ടുണ്ട്, 19 വയസ്സ് വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പറയാൻ പറ്റണം. അപ്പൊ നമുക്ക് സമാധാനിക്കാം. അതിനെന്ത് വേണമെന്നറിയോ സഹോദരങ്ങളെ? നമുക്ക് ആശ്വസിക്കണേ എന്തുവാണെന്നറിയോ? ആ മക്കൾക്ക് കൃത്യമായി മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം, കറക്റ്റ് വിദ്യാഭ്യാസം കൊടുക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും അള്ളാഹിന്റെ ഖുർആനുമായൊരു ബന്ധം ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്ക്, നമ്മുടെ വീട് സ്വർഗതുല്യമാകും. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇടമായി തീരും. അല്ലെങ്കിലോ ശ്മശാനമാണ്. ആരുമില്ലാത്ത മൂഖമായ ഒരു വീട്, റഹ്മത്തിന്റെ മലക്കുകളില്ലാത്ത പിശാചിന്റെ വിളനിലം മാത്രമായൊരു വീട് നമുക്ക് വേണോ? അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി ജീവിക്കുക. ബാക്കി മുഴുവൻ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും നാളെയുടെ സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ് എന്നും തീരുമാനിക്കുക. എങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അള്ളാഹു അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും നമുക്കും അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. നന്മയിൽ ജീവിക്കുവാനും നന്മയിൽ മുന്നോട്ട് പോകുവാനും മാതൃകകളാകുവാനും മാതാപിതാക്കളായ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. പ്രയാസങ്ങൾ പലവിധമുണ്ട്, അതിൽ നിന്നെല്ലാം അള്ളാഹു എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഏവർക്കും അള്ളാഹു നിഅമത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.